വിഷമിക്കണ്ട. എന്താടാ ഉണ്ടായത്? പുതിയ ACP ലാത്തി ചാർജ് ചെയ്തതാ. നമ്മുടെ ആൾക്കാരെ ഒന്നും വെറുതെ വിട്ടില്ല. നീ ഇവിടെ ഇല്ലാഞ്ഞതാ കുഴപ്പമായത്. ഏതവനാടാ ACP? ACP രത്നം. പോലീസ് യൂണിഫോം ഇട്ടൊരു പക്കാ റൗഡി. കേസ് എന്തായാലും അവന് പ്രശ്നമല്ല. എപ്പോഴും കാശേ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഹോം മിനിസ്റ്റർ ഏതോ അകന്ന ബന്ധുവാ. ബോക്സിംഗ് ചാമ്പ്യൻ. സ്ത്രീ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെക്കാൾ ബലഹീനൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവനാ. ഏതോ രാഷ്ട്രീയ വിരോധം കൊണ്ടാ നമ്മുടെ മീറ്റിംഗ് അവൻ അനുകൂലമാക്കിയത്. അവനെ വെറുതെ വിടാൻ പാടില്ല. എന്താടാ നോക്കി? ഞാൻ പറയുന്ന കേക്ക്. എന്തോന്ന് കേൾക്കാൻ? താനൊരു സമുദായ നേതാവാ. 4 ലക്ഷത്തിലധികം ജനങ്ങളാ തന്റെ പിന്നിലുള്ളത്. ആവേശത്തോടെ എടുത്തു ചാടുകയല്ല വേണ്ടത്. ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. അവൻ വെറും ACP. ലീഗലായിട്ട് വേണം അവനെ ഹാൻഡിൽ ചെയ്യാൻ. നീ ആദ്യം ഹോം മിനിസ്റ്ററിന് ഫോൺ ചെയ്യും. എടോ ഹോം മിനിസ്റ്ററെ, എന്താണോ ഇത്? ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ലാത്തി ചാർജോ? ഏതവനാടോ ആ ACP? അറിയാമല്ലോ, ഇലക്ഷൻ ഇനി അധികം നാളില്ല. 4 ലക്ഷം വോട്ടാ ഞങ്ങളുടെ കയ്യിൽ. അത് മറക്കണ്ട. ഉഴി അമ്മച്ചി ഉഴി. നമ്മുടെ സമുദായത്തിന്റെ വില എന്താണെന്ന് നല്ലോണം കാണിച്ചു കൊടുത്തിട്ട് വന്നിരിക്കുക. ആ ആഭ്യന്തര മന്ത്രി വരെ മുട്ടുകുത്തിച്ച് കളഞ്ഞില്ലേ? മധുവിടെ ടൂറ് പോയിരിക്കല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ അവളെ ഒരിടത്തേക്കും വിട്ടേക്കരുതെന്ന്? കോളേജിൽ നിന്ന് അവര് പെട്ടെന്ന് പ്രോഗ്രാം ഇട്ടതാടാ. നിന്നെ കിട്ടാൻ അവള് മാനേജരോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. എന്താടാ പറഞ്ഞില്ലേ നീ? ആ ബഹളത്തിനിടയിൽ ഞാൻ അതങ്ങ് മറന്നു. ഇനി അവള് ഡോക്ടറായിട്ട് വേണമല്ലോ ഇവിടുത്തെ ചെലവ് നടക്കാൻ. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ 1 വർഷം കൂടി കഴിഞ്ഞ അവള് പഠിപ്പ് പൂർത്തിയാക്കി ഇനി വരില്ലേ? എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഏതോ ക്യാമ്പ. പേഷ്യൻസിനുള്ള മരുന്ന് കൂടി കൊടുത്തേക്ക്. മാഡം. തബിയത്ത് കേസായ തുമാര? നീ ഇയാളോട് ഹിന്ദി പറഞ്ഞ് ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നേരത്തെ പറയാത്ത എന്താ? സ്റ്റുഡൻസ്, നമ്മൾ ഉടനെ തിരിച്ചു പോവുകയാണ്. എല്ലാരും വേഗം റെഡി ആയിക്കൊള്ളണം. സാർ, അപ്പൊ നമ്മള് വെള്ളത്തിൽ കളിക്കുന്നത് എപ്പോഴാ? എടി മധു, എന്റെ ഷാള് പറഞ്ഞു വരുന്നുണ്ട്, പിടിച്ചോണേ. എന്റെ ഷോളും കാണുന്നില്ല. എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നേ? നീ വരുന്നില്ലേ? നോക്ക്, എന്ത് ഭംഗിയാ ഇവിടെ. ഇവിടെ എങ്ങാനും താമസിച്ചാലോ എന്ന് ഓർത്തു പോവാം. ഹായ്, ആ പുള്ളിക്കുയിലിനെ കണ്ടോ? നല്ല റൊമാൻറ്റിക് മൂഡിൽ ആശൻ കൂവുന്നത്. നമ്മളും തിരിച്ചു കൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ആശാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ശരിക്കും? ആ, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. രണ്ടും ഒരേ വോയിസാ. വേണ്ട, മധുന്ന് കൂവിയെ. അത് ശരിയാ. അപ്പൊ നിനക്കെന്നെ ഇഷ്ടായല്ലേ? I love you. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും നിന്നെ പ്രേമിക്കില്ലേ? ആരാടിയത്? നീ പറഞ്ഞില്ലായിരുന്നോ? ആ കുയിലാണത്. ചേട്ടാ, ചേച്ചിയെ കളഞ്ഞിട്ട് എന്നെ കെട്ടാവോ? പിന്നെന്താ, ഇറങ്ങി വാ. Stop it.
ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? പോടി, ഇപ്പോഴല്ലാതെ എപ്പോഴാണ് അടിച്ചു പൊളിക്കുന്നത്? ചെന്ന് പിടിക്കടി. ഇവിടെ ഇങ്ങോട്ട് പാടി മോളെ. നീ മാത്രം ഒരു നീ ആരോടെങ്കിലും ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിടും. അതിന് എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരു വലിയ ഡോക്ടറാകാൻ വേണ്ടി ഇങ്ങനെ പറയിച്ചേക്കാന്നൊരു നേർച്ചയുണ്ടായിരുന്നു. എനിക്കെന്താ? എന്തിനാ ഇങ്ങനൊക്കെ നേരം പോയത്? എന്താ നീ വലിയ ഡോക്ടർ ആണോ എന്ന് ആഗ്രഹിച്ചു പോയത്? എന്റെ തെറ്റാ? ഡോക്ടറാണോ കാര്യമില്ലേ? ഒന്ന് പറഞ്ഞേക്കടി. ഇങ്ങോട്ട് വാടി മോളെ. അങ്കിൾ, ഐ ലവ് യു. കാണുന്നവരോടല്ല ഐ ലവ് എന്ന് പറഞ്ഞ നടക്കാത്ത എനിക്ക് നാണമില്ലേ? എടി മധു, ആരാടി അത്? മിണ്ടി പോവരുത്. പിന്നെ അവൻ തന്നെ. ഏയ്, അവിടെ നോക്ക്. ഞാനും ഐ ലവ് യു. എന്തിന് ഐ ലവ് യു പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ പോണത്? വണ്ടി നിർത്താൻ പറയപ്പി. ഞാൻ റെഡിയാണ് പെണ്ണേ. ചക്കരേ, എന്തിനാ പമ്മണത്? സ്കൂട്ടർ കയറ്റി വിട്. ചക്കരേ, എന്റെ മക്കളെ നിർത്താനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുലിയാണ് കേട്ടാ, പുലി. ഐ ലവ് യു. എന്താടി? ഹായ് ചക്കരേ, ഐ ലവ് യു. ഇപ്പൊ കാണിച്ചുതരാം. വാടി. തനിക്ക് നാണല്ലേടോ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് പല്ലി കാണിച്ചാൽ ഇറങ്ങിയിരിക്കാം. പോണേ അവിടുന്ന്. ഞങ്ങള് തമ്മിൽ എന്ത് ചേർച്ചയാന്ന് നോക്കിയേ. ഇവരുടെ കല്യാണം നടക്കുമോ? നീ നമ്മുടെ എഴുതി. എന്നോട് ക്ഷമിക്കണോ അങ്കിൾ, ഞങ്ങളൊരു തമാശക്ക്. ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. എന്നാ നിന്നെ പോലുള്ള ചില പിള്ളേര് വെറൈറ്റി നോക്കി എന്നെ പോലെ മുടി ധരിച്ച യുവാക്കളെ തപ്പി നടക്കണ വിവരം ലോണ്ട ലവനാണ് എന്നോട് പറഞ്ഞത്. എന്ത് ഹായ്? താൻ ഓവർ സ്മാർട്ട് ആവാൻ നോക്ക. ആരുടെ ഓവർ സ്മാർട്ട് ആയത്? നീയോ ഞാനോ? റോഡിൽ കൂടി പോകുന്നവരുടെ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങാൻ വരുന്നു. നീയൊക്കെ പെണ്ണുങ്ങളോ അതോ പെടക്കോഴികളോ? നീയൊക്കെ ഇങ്ങനെ എന്തിനു ഇറങ്ങി പുറപ്പെട്ട ഈ നാട്ടിൽ ആണുങ്ങൾ തന്നെ ഇതെന്റെ സീറ്റാ. എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, ടിറ്റിക്ക് 200 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇത് കണ്ടോ, കൺഫേം ടിക്കറ്റാ. മാറി മാറി മാറി. പേര് വേലപ്പൻ, ഏജ് 48. എന്താ ഡൗട്ടാ? അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ? എന്തിനാ സാർ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സ്വയം പോയിട്ടുന്നത്? സാർ സത്യോ സാർ, എനിക്ക് 48 വയസ്സുണ്ട്. അതിരിക്കട്ടെ സാർ, സാറിന്റെ വയസ്സ് എത്രയാ? 50. ഒന്ന് ചുമ്മാ തരി സാർ. ആൾക്കാർ കേട്ട സത്യം ഒന്നും വിചാരിക്കില്ലേ? സാറിന് ഒരു 30-35 അല്ലാതെ ആരും പറയില്ല. ആ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം സാറിനെ തന്നെ നോക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ സാറിനോട് ഐ ലവ് എന്ന് പറയാം. എന്താ ഈ ഏജ് പോരെ? ഒന്ന് ചുമ്മാ ഇടോ. ഇങ്ങനെ വെറുതെ പറഞ്ഞ അതിനെ മോഹിപ്പിക്കുന്ന എന്തിനാ? സാർ എന്റെ സീറ്റ് ഏതാ? തന്റെ സീറ്റ് പുറകിലടോ. കാണിച്ചു തരാം. ഇത് കേട്ടില്ല സാർ. എന്റെ പേര് വേലപ്പൻ എന്നാണ് വിശ്വസിക്കുന്നേ ഇല്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്താ സാർ? വേലപ്പൻ എന്റെ അനിയനാ. അവൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവര് തനിക്ക് വിറ്റതായിരിക്കും. ഓളവടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. വടി കൊടുത്തുള്ള അടിയാ. എന്താ എന്ത് പറ്റേടി? ഒന്ന് വന്നേ. എങ്ങോട്ടാ പോന്നെ? എടി, നമ്മുടെ ടിക്കറ്റ് ക്യാഷ് ഇരുന്ന ബാഗ് മിസ്സായിടി. ഇടിയാ, വേലപ്പനെ നമുക്ക് പരിചയമില്ലേ? അവനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോ, ഏയ് ഒരു കുഴപ്പമില്ല. നീ വേഗം ചെന്ന് വിളിച്ചിട്ട് വാ. വേഗം. ഇങ്ങ വാ. ഇത്രക്ക് ഫാസ്റ്റാ? സർ, ഞങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ? മലയാളം ശരിക്കും അറിയില്ല സാർ. സർ, ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായി സർ. ഞങ്ങളെ ടിറ്റിന്ന് ഒന്ന് രക്ഷിക്കാമോ സർ? പ്ലീസ് സർ, പ്ലീസ് സർ. ശരി. ഹലോ, തന്റെ പേരെന്താ? അത് താനെന്തിനാ അറിയുന്നേ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ സഹായിക്കുന്നത്. പ്ലീസ് സർ, സ്റ്റോപ്പ് ഇറ്റ്. കാന്തമ്മ. കാന്തമ്മയോ? തന്റെ പേര് വേലപ്പൻ എന്നാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ എന്നായിക്കൂടെ? ഓഹോ, അപ്പൊ തന്റെ പേരോ? ചെല്ലമ്മ, തന്റെ രത്നമ്മ, തങ്കമ്മ, സതിയമ്മ, കണ്ണമ്മ, ശാന്തമ്മ. താൻ പഞ്ചാബി അല്ലേ? ശാന്തമ്മ സിംഗ്. ഓഹോ. All of us go to the bathroom. ബാത്റൂം? Yes. പറഞ്ഞ കേൾക്ക്. Go. ഞങ്ങളെ ബാത്റൂമിൽ കയറ്റിയത് തന്റെ ഡാൻസ് കളിക്കാനാണോ? വാതില് തുറന്നേ. കാലൊന്ന് മാറ്റി. ദേ കിടക്കുന്ന സാധനം വേലപ്പൻ പൊട്ടിയിട്ടാ. യെസ് സർ. ഓക്കെ, carry on. കണ്ടോ, ഞാൻ ഹാൻഡിൽ ചെയ്ത് കേട്ടോ. വീട്ടിൽ പോയിട്ട് പിന്നെ വന്നാലോ? അപ്പൊ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതെങ്ങനാ? ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായ ആ ബാഗിലല്ലേ? ആ ബാഗ് ഇത് തന്നെയാണോ നോക്കി?
पिज्जा स्पॉट सर नमस्ते सर सर गुड मॉर्निंग सर ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും സർ ഗുഡ് മോർണിംഗ് സർ അല്ല സാറ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ? എന്താടോ? സർ എന്റെ പേര് പണ്ണിയെന്ന സർ, ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയുമെന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ചോണ്ടേ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുത്തി പൊട്ടിച്ചു കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ളേ ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേ. എടാ ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരടം കേട്ടോ ഇപ്പോഴും ഉണ്ടോടാ? സാർ അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടി എടുപ്പിച്ചു. സാർ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്കിവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട് സർ പ്ലീസ് സർ. ഗെറ്റ് ഔട്ട് സർ പ്ലീസ്. ബിസിനസ് ഇല്ല, ഒരു പുണ്ണാക്കുമില്ല. ഓരോന്ന് കയറി വന്നോളൂ. ഇനി എന്ത് ചെയ്യും? എന്താടാ എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സാർ. സാർ മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക. കസ്റ്റമേഴ്സിന് ശല്യം ചെയ്യുന്ന പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിശീലിക്കടവും മുത്തപ്പ ഇവന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. സാർ ഇവന്മാരുടെ ശല്യം ഞാൻ തരുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി തരും. സാരല്ല, അതെന്തുവാടേ? എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സാർ. ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ട ഫൈറ്റ് എങ്ങനെ ചെയ്യും? നോക്കിക്കോ സാർ. എന്താടാ ദാദാ പീസ് എടുക്ക? ഈ ടാലന്റ് കാണിക്കാന്ന് പറഞ്ഞ തല്ലുകൊള്ളലാണോടാ? സാർ ഒരു ഹെൽപ്പ് ചെയ്യോ സാർ? വാക്മാനിലെ ബാറ്ററി ഇല്ല. നിങ്ങളടുത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യൂ. മ്യൂസിക്? അതെ സാർ. മ്യൂസിക് ഇടറേ. മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ സാർ, മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? കൊളമായാ സാർ? വേഗം മ്യൂസിക് ഇട് സാർ. എനിക്ക് ഡിഡി കൊടുന്നപ്പോ വേഗം മ്യൂസിക് ഇടാൻ. വേഗം ആരെങ്കിലും ഒരു പാട്ടെങ്കിലും പാടുത്താ. കുടിച്ചിട്ട് കൂട്ടിയരിട കൂട്ടുകാരാ നീ. അടിച്ചിട്ട് ആടിത്തീർക്കണ്ട മുത്തേ നീ എന്റെ. ലജ്ജാവതിയെ അപ്പടി പോട് കൈകാലേ, അപ്പടി പോട് കഴുത്തിൽ പോട്
അളിയാ സ്ലോ മോഷൻ അടി ഉഗ്രൻ ആ വന്തണ്ട പാൽക്കാര അടടാ പട്ട് ആനപ്പോറ അങ്ങനെ അടി ആ ഓട് മറകട തിരികട അടി 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 ഇനി തല്ലിയ അവരും പാടിയ ഞാൻ ചെത്തു പോകടാ താങ്ക് യു ഏട്ടാ. എന്റെ പാട്ടിന്റെ ശക്തി കൊണ്ട് എല്ലാവരും പാട്ടും വെരി ഗുഡ് യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സാർ. നോ കണ്ടീഷൻസ്. ഷോപ്പിൽ എന്ത് പണിയും ചെയ്യണം, ഡെലിവറി എവിടെയായാലും എത്തിക്കണം. നിനക്ക് ബെഡും ഫുഡും ദിവസം ഒരു മുട്ടയും ഫ്രീ. പകൽ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ട് ഈവനിങ് കോളേജിൽ പൊയ്ക്കോ. താങ്ക് യു സാർ. അരമണിക്കൂറിനകം ഓർഡർ ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിന്റെ സാലറി കട്ടായി പോകും. ഫൈനൽ. വെൽക്കം ടു പിസ്സ സ്പോട്ട്.